നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം പ്രതി ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മാതാപിതാക്കളുടെ പരാതിയിൽ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ബാർ ഉടമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. മിനിമം വേതന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം. സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. കളിക്കുന്നതിനിടയിൽ സൈക്കിളിൽ കാലുകുടുങ്ങി. 6 വയസ്സുകാരന് രക്ഷകരായി കാസർഗോഡ് ഫയർഫോഴ്സ്. കാൽമുട്ട് വലിച്ചൂരാൻ നാട്ടുകാർ ദീർഘനേരം ശ്രമം നടത്തിയെങ്കിലും സാധിക്കാത്തതിനാൽ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയാണ്. ദേശീയപാതയിൽ ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം. കണ്ടിൻജൻസി പ്ലാൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ. ഹത്തനെ ഉദയ സിനിമയുടെ സംവിധായകനും അഭിനേതാക്കൾക്കും പിന്നണി പ്രവർത്തകർക്കും തൃക്കരിപ്പൂർ ITEK നായന സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ ഭാരത സർക്കാരും ഭാരതീയ സേനയും സജ്ജവും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദിനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കനത്ത മഴയെ തുടർന്നാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കനത്ത മഴയെ തുടർന്നാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് റോഡ് തകർന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു യാത്രക്കാരൻ ഇതുവഴി വരുന്ന വാഹനങ്ങളെ നിർത്തിച്ചത് കാരണം വൻ അപകടം ഒഴിവായി. തുടർന്ന് ദേശീയപാത വഴിയുള്ള ഗതാഗതവും താറുമാറായി. സംഭവം അറിഞ്ഞ് ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ P അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. സർവീസ് റോഡ് തകർന്നത് വൻ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം പ്രതി ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മാതാപിതാക്കളുടെ പരാതിയിൽ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ബാറുടമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടു. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിൽ 16 വയസ്സുകാരി ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്ദുർഗ് കോടതിയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് DVSP P മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ പാണത്തൂരിൽ എത്തിച്ച ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് തുടങ്ങി. ഫയർഫോഴ്സിന്റെ സബ് ടീമിന്റെ സഹായത്തോടെയാണ് പാണത്തൂർ പവിത്രം കയപ്പുഴയിൽ തെളിവെടുപ്പ് ആരംഭിച്ചത്. രേഷ്മയുടെ മൃതദേഹം ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി കല്ലുകെട്ടി പവിത്രം കയത്തിൽ തള്ളിയെന്നാണ് ബിജു പൗലോസ് നൽകിയ മൊഴി. മൃതദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനാണ് തിരച്ചിൽ ആരംഭിച്ചത്. 2010 ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടയിൽ രേഷ്മയെ കാണാതായത്. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട രേഷ്മയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ഹൈക്കോടതി. IGP പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു പൗലോസിനെ കഴിഞ്ഞ ദിവസം മടിക്കേരി അയ്യങ്കേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അതേസമയം രേഷ്മയുടെ കൊലപാതകത്തിനു പിന്നിൽ ഒരു ബാറുടമയ്ക്ക് ബന്ധമുണ്ടെന്ന് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
ഇതേക്കുറിച്ച് അന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. സമൂഹത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. റേപ്പ് ചെയ്യപ്പെട്ടത് പാണത്തൂർ വെച്ച് വളരെ മൃഗീയമായി ഗ്രൂപ്പായി നിന്ന് റേപ്പ് ചെയ്ത്, ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെയാണ്, റേപ്പ് ചെയ്ത് ആ കുട്ടിയെ ചവിട്ടി കൊലപ്പെടുത്തി കായലിൽ ചവിട്ടി താഴ്ത്തിയ ഒരു സംഭവമാണ് ഈ കേസിൻ്റെ ഒരു പ്രധാന കാര്യം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ്. ഇത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഈ കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ തോതിൽ നടക്കുകയാണ്. ഈ കുട്ടി രണ്ടാമത്തെയാണ്, വേറൊരു കുട്ടി കൂടിയുണ്ട്. ഇപ്പോൾ ആ അന്വേഷണം ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെയും ഗാങ് റേപ്പിന് വിധേയമാക്കി, ആദിവാസി കുട്ടിയാണ് ഗാങ് റേപ്പിന് വിധേയമാക്കി ആ കുട്ടിയെ പിന്നീട് കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുട്ടിയല്ല, നിരവധി കുട്ടികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 2 കുട്ടികളുടെ കേസാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി കേസുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലുണ്ട്. ആ കേസുകൾ കൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദിവാസികൾക്ക് ഉള്ള മുഴുവൻ മനുഷ്യാവകാശവും നിഷേധിക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നിലനിൽക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച ബിജു പോലീസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ ദേശീയപാതയിലെ കാലിക്കടവ് ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങി. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതുമൂലം ഗതാഗതം ദേശീയപാതയിൽ തടസ്സപ്പെട്ടിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിക്കടുത്തുള്ള പിലിക്കോട് കാലിക്കടവ് ടൗണിനെ ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ട് മുക്കി. കനത്ത മഴയിൽ കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ചൊവ്വാഴ്ച രാവിലെയാണ് 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇത് കാലിക്കടവ് ജംഗ്ഷനിൽ ഗതാഗത തടസ്സത്തിനും കാരണമായി. ബസ് ഉൾപ്പെടെ ദേശീയപാതയിലൂടെ പോകേണ്ട വാഹനങ്ങളും തൃക്കരിപ്പൂർ വഴി പോകേണ്ട വാഹനങ്ങളും പഴയ പാതയിൽ നിർത്തിയിടുകയായിരുന്നു. തുടർന്ന് പഴയ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി യന്ത്രക്കൈ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിച്ച് ഗതാഗതം തിരിച്ചുവിടുകയുമായിരുന്നു. കാലിക്കടവിലെ നിരവധി സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ദേശീയപാത നിർമ്മാണം നടന്നുവരുന്നതിന്റെ ഭാഗമായുള്ള സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ മുങ്ങി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും തകരാറിലായി. താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളം വലിച്ചു കൊണ്ടുപോയെങ്കിലും ആദ്യ മഴയിൽ തന്നെ കടകളിലേക്ക് വെള്ളം കയറിയത് വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാലിക്കടവ് ടൗണിൽ നിന്നും കരിവെള്ളൂർ ഭാഗത്തേക്ക് നിർമ്മിച്ച സർവീസ് റോഡിന് ചേർന്ന് ഓവുചാൽ പണിയാൻ കാലതാമസമെടുത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാലം തെറ്റി വന്ന ഒരു മഴ നമ്മളെ കാലിക്കടവ് ടൗണിലെ വ്യാപാരികളെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടായത്. പിന്നെ ഹൈവേ മൊത്തം വെള്ളക്കെട്ടിൽ മുങ്ങിയിട്ടായത്. കടയിലേക്ക് ഷട്ടറിൻ്റെ അടിയിലേക്ക് കൂടി വെള്ളം കയറി. അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടാതൊരു അപാകതയുണ്ട്. കഴിഞ്ഞ തവണ തന്നെ 3 ദിവസം കട തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ വന്ന് ശാശ്വതമായ ചില പരിഹാരങ്ങൾ ചെയ്തുവെങ്കിലും വീണ്ടും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഈ കാലവർഷത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കാലിക്കടവിലെ വ്യാപാരികൾ. ഇന്ന് തീരെ കട തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടിയൊക്കെ ടാങ്കർ ലോറിയൊക്കെ വന്ന് വെള്ളം അടിച്ച് മാറ്റുന്നുണ്ടെങ്കിലും ഈ മഴ തോരാതെ പെയ്യുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വ്യാപാരികൾ. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മുതൽ തൃക്കരിപ്പൂർ റോഡ് ജംഗ്ഷൻ വരെ 200 മീറ്റർ നീളത്തിൽ ഓവുചാൽ നിർമ്മാണം ഒരാഴ്ചക്കുള്ളിൽ നടന്നില്ലെങ്കിൽ കാലവർഷം ആരംഭിക്കുകയും കടകളിലേക്ക് വെള്ളം കയറി കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. റോഡ് നിർമ്മാണം നടക്കുന്ന മൂലക്കണ്ടം അണ്ടർപാസിൽ ശക്തമായി പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാൽനടയാത്ര പോലും അസാധ്യമായ അവസ്ഥയിലാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ പെയ്ത ശക്തമായ മഴയിൽ ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മാവുങ്കാൽ മൂലക്കണ്ടത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ അടിപ്പാതയിൽ നിറഞ്ഞ വെള്ളക്കെട്ട് ഏറെ നേരം ഗതാഗത തടസ്സം ഉണ്ടാക്കി. പലപ്പോഴായും അധികാരികളോട് പരാതി പറഞ്ഞിരുന്നെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് വാർഡ് മെമ്പർ സിന്ധു പറഞ്ഞു. അധികാരികൾ ഒരുപാട് പരാതികൾ കണ്ടെത്താതെ വളരെ പരിതാപകരമാണ്. ഒരു മഴ വന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ നാട്ടുകാർക്കും ഇതിലെ പോകുന്ന ഓട്ടോ വാഹനങ്ങൾക്കുമൊക്കെ വളരെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത്. രാവിലെ മുതൽ തന്നെ 2-3 സ്കൂട്ടിയിൽ പോകുന്നവർ തന്നെ ആക്സിഡൻ്റ് ആവുകയും അതുപോലെ തന്നെ അവർക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുമുള്ള സാഹചര്യമാണ് ഇവിടെ.
മഴക്കാലം ആരംഭിച്ചതോടുകൂടി ഇതിൻ്റെ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കലക്ടർക്കും അതുപോലെ തന്നെ അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇതും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആദ്യ മഴയിൽ തന്നെ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ഇനിയും ശക്തമായ മഴ വന്നാൽ വലിയ അപകടം സംഭവിക്കുമോ എന്ന് പോലും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഈ പാലം നിർമ്മാണത്തിൻ്റെ അപാകത ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഇവർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. രണ്ടാമത് ഇതിൻ്റെ കഴിഞ്ഞ മഴക്കുള്ള വെള്ളത്തിൽ തന്നെ ഇതിൻ്റെ അടുത്തുള്ള വീടിലെ വാസു എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മതിലടക്കം പൊളിഞ്ഞു വീണു. കളക്ടർക്ക് പരാതി കൊടുത്തു, MLA മുഖാന്തരം പരാതി കൊടുത്തു. പക്ഷേ കളക്ടർ ഇവരൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ടും ഇതുവരെ അതിൻ്റെ നടപടി എടുത്ത് കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും അപകടകരമായ സ്ഥലമാണ് ഈ ഡ്രെയിനേജ് തീരുന്ന സ്ഥലത്ത് വലിയ കുഴിയാണ്. ആൾക്കാർക്ക് അറിയില്ല അവിടെ കുഴിയുണ്ട്. ആൾക്കാർ സൈഡിൽ പോയി കഴിഞ്ഞാൽ അതിൽ വീഴും. ഇവിടെ ഒരു അങ്കണവാടിയുണ്ട്. അങ്കണവാടി കുട്ടികൾക്ക് അത് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയ്ക്കുണ്ട്. അത്രയും അപകടകരമായ സ്ഥലത്താണ് ഈ മൂലക്കണ്ടം അണ്ടർപാസ് ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്ന സ്ഥിതിയാണ് നിലവിൽ ഇവിടെയുള്ളത്. ആദ്യ മഴയിൽ തന്നെ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. മഴക്കാലം തുടങ്ങുന്നതോടെ ഏറെ ആശങ്ക സൃഷ്ടിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കളിക്കുന്നതിനിടയിൽ സൈക്കിളിൽ കാല് കുടുങ്ങി 6 വയസ്സുകാരന് രക്ഷകരായി കാസർഗോഡ് ഫയർഫോഴ്സ്. കാൽമുട്ട് വലിച്ചൂരാൻ നാട്ടുകാർ ദീർഘനേരം ശ്രമം നടത്തിയെങ്കിലും സാധിക്കാത്തതിനാൽ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. തളങ്കരയിൽ ഇന്നലെ വൈകിട്ട് സൈക്കിൾ ഓടിച്ച് കളിക്കുന്നതിനിടയിലാണ് മറിഞ്ഞു വീണ് അപകടമുണ്ടായത്. വീഴ്ചയിൽ സൈക്കിൾ ചെയിനിന്റെ ഇടയിൽ കാൽമുട്ട് കുടുങ്ങുകയായിരുന്നു. നാട്ടുകാർ ഏറെ പണിപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സേനയെത്തി സൈക്കിളിന്റെ ചെയിൻ മുറിച്ചു നീക്കി കുട്ടിയുടെ കാല് സ്വതന്ത്രമാക്കുകയും കാലിന് മുറിവ് പറ്റിയതിനാൽ കുട്ടിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. സേനാംഗങ്ങളായ രമേശ് IM, രാജേഷ് PT, അമൽ രാജോ, ജിതിൻ കൃഷ്ണൻ KV, വൈശാഖ് MA, ഹോംഗാർഡ് രാജു V എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മിനിമം വേതന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം. സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച സംസ്ഥാന സർക്കാർ ചർച്ചയിലെ തീരുമാനങ്ങൾ ത്വരിതപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ആവശ്യപ്പെട്ടു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചർച്ച ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വെച്ച നിർദ്ദേശം ഇത് AITUC-കാരാണ് ഈ സമരം നടത്തുന്നത്. AITUC യൂണിയനിൽ AITUC അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിയനാണ് നിരന്തരമായി ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സമരക്കെട്ടുന്നത്. വളരെ സങ്കുചിതമായി ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ യൂണിയൻ പ്രതിനിധികളെയും വിളിച്ചേർത്തുകൊണ്ടുള്ള ചർച്ച നടത്തണം എന്ന നിർദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. കാലാവധി കഴിഞ്ഞ മിനിമം വേതന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി T കൃഷ്ണൻ, കിഷോർ KT, ദുർഗേശ്വരി, സുഷമ സുരേഷ്, റീന C, യാഗി AV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോകത്തിന്റെ ഏതു കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ ഭാരത സർക്കാരും ഭാരതീയ സേനയും സജ്ജവും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശത്തേക്കുള്ള ഭാരത പ്രതിനിധി സംഘങ്ങളിലൊന്നിന്റെ നേതൃത്വം ശശി തരൂരിനെ ഏൽപ്പിച്ചപ്പോൾ എതിർത്തത് അദ്ദേഹത്തിന്റെ മാതൃപാർട്ടിയായ കോൺഗ്രസ് എന്നും രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നും കോൺഗ്രസിന്റെ നടപടി തെളിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അത് പറയുന്ന സമയത്ത് എന്നോട് ഞാനിവിടെ വന്ന ഉടനെ തന്നെ നമ്മുടെ എനിക്കൊരു ചായ ഒരു വീട്ടിൽ ഏർപ്പെടുത്തിയിരുന്നു, നമ്മുടെ ബാബുവേട്ടൻ്റെ അനുജന്റെ വീട്ടില്. ആ സമയത്ത് മുതിർന്ന പഴയ പ്രവർത്തകരെല്ലാം പറയുകയുണ്ടായി, ഇതൊക്കെ ഞങ്ങളുടെ ആരംഭകാലത്താണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന്.
അങ്ങനെ ഒരു കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ, നെഞ്ചുറപ്പോടുകൂടി പറയാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഈ പ്രദേശത്ത് BJPക്ക് ഒരു ആസ്ഥാനം പണിയാൻ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ മുതിർന്ന കാര്യകർത്താക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇതൊരു സുന്ദരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രത്യേകത, മറ്റൊരു സവിശേഷത, ഈ മാരാർജി മന്ദിരം മുതിന്നൂരിൽ പടുത്തുയർത്തിയത് ഏതെങ്കിലും കരിമണൽ മുതലാളിയിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല. ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ് സൈനിക നടപടികളിൽ സംശയമുള്ളതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. മാരാർ സ്മൃതി മന്ദിരത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അനാച്ഛാദനം ചെയ്തു. മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത്, സംസ്ഥാന കൗൺസിൽ അംഗം M ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം T കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ K രമേശൻ, PP ശ്യാമപ്രസാദ, പടന പഞ്ചായത്ത് പ്രസിഡന്റ് CV പത്മരാജൻ, തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ AV ഭാസ്കരൻ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TM നാരായണൻ, പടന പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി T അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തെയ്യം കലാനുഷ്ഠാനത്തിന്റെയും നാടുവാഴിത്ത കാലത്തെ ജനജീവിതവും ഉത്തര കേരളത്തിന്റെയും പ്രകൃതി ഭംഗിയും ഒപ്പിയെടുത്ത ഹത്തനെ ഉദയ സിനിമയുടെ സംവിധായകനും അഭിനേതാക്കൾക്കും പിന്നണി പ്രവർത്തകർക്കും തൃക്കരിപ്പൂർ IIT EK നായനാർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ഹത്തനെ ഉദയ എന്ന ചലച്ചിത്രത്തിനായി പ്രവർത്തിച്ചവരുടെ ഒത്തുചേരലാണ് IIT EK നായനാർ സ്മാരക വായനശാല നേതൃത്വത്തിൽ ഒരുക്കിയത്. സിനിമയുടെ അനുഭവങ്ങൾ പങ്കുവച്ചും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള അനുമോദനവും നടന്നു. പ്രമുഖ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് സിദ്ദുലാൽ IIT അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് P വേണുഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. ഗ്രന്ഥാലയം സെക്രട്ടറി KV സജിത്ത് സംസാരിച്ചു. സിനിമാ പ്രവർത്തകരായ അമ്മിണി ചന്ദ്രാലയം, കപ്പോത്തനില്യത്ത്, ശ്രീധരൻ നമ്പൂതിരി, രാജീവൻ വെള്ളൂർ, ശശി IIT, P ഭാസ്കര പണിക്കർ, PC ഗോപാലകൃഷ്ണൻ, ഷൈനി വിജയൻ, വത്സൻ തൃക്കരിപ്പൂർ, ലസിത നീലേശ്വരം, രജീഷ് പൊതാവൂർ, രാജേഷ് കാടിത്ത്, ലക്ഷ്മണൻ IIT, പ്രസാദ് വലിയപറമ്പ, തമ്പാൻ തൃക്കരിപ്പൂർ, KV ഷാജി, P ദാമോദരൻ തുടങ്ങിയവർ സിനിമാനുഭവങ്ങൾ പങ്കുവച്ചു. കലാകാരന്മാരെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് നാട്ടുകാരുടെ അംഗീകാരമാണ്. നാട്ടുകാരുടെ ചേർത്ത് പിടിക്കലും അംഗീകാരമാണ്. ഈ ഒരു ചേർത്ത് പിടിക്കല്, ഈ ഒരു IITയിലെ ഈ ജനങ്ങളുടെ ചേർത്ത് പിടിക്കല് മനസ്സിൽ തട്ടിക്കൊണ്ട് പറയാണ്, ആദ്യമായി കിട്ടിയ ഈ അംഗീകാരത്തിന് മനസ്സ് നിറഞ്ഞ് ഹത്തനോദിയ ടീമിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുക. നമ്മളെങ്ങനെ അംഗീകരിച്ചു, ഒരു സിനിമാ നടന്മാരായി അംഗീകരിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ AK കുഞ്ഞിരാമപ്പണിക്കർ മറുമൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയപാതയിൽ ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം. കണ്ടിൻജൻസി പ്ലാൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കലക്ടർ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലവർഷത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പറഞ്ഞു. മട്ടലായിക്കുന്ന്, വീരമലക്കുന്ന്, ചെർക്കള എന്നിവിടങ്ങളിൽ പാർശ്വഭിത്തി സംരക്ഷണം ഉറപ്പുവരുത്തി കുന്നിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കരാർ കമ്പനികൾക്കും ഇതിനകം നിർദ്ദേശം രേഖാമൂലം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ ദുരന്ത സാധ്യത പഠനം നടത്തുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ ജില്ലാ കളക്ടർ നിയോഗിച്ച ഡെപ്യൂട്ടി കളക്ടർ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഒരാഴ്ചയായി ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വിശദമായ പരിശോധന നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലവർഷവുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ കണ്ടിൻജൻസി പ്ലാൻ തയ്യാറാക്കും. ദുരന്ത സാധ്യത തടയാൻ അടിയന്തര നിർമ്മാണം നടത്തേണ്ട മേഖലകൾ, കാലവർഷത്തിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ദുരന്ത സാഹചര്യങ്ങൾ തടയാനുള്ള നടപടികൾ, ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ, അപകട ഭീഷണിയിലുള്ള
കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികൾ, ക്യാമ്പുകൾ തുടങ്ങിയവെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും കണ്ടിൻജൻസി പ്ലാൻ എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുലരി TV ശംഖുമുദ്ര പുരസ്കാരം രാജേഷ് ബാബുവിന്. ഓട്ടോമൊബൈൽ സാഹിത്യരംഗത്തുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് പുരസ്കാരം നൽകിയത്. രാജേഷ് ബാബു, ഓട്ടോമൊബൈൽ പുസ്തക ഗ്രന്ഥകർത്താവ്. ഓട്ടോമൊബൈൽ വിപണന രംഗത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ പുസ്തകത്തിന്റെ രചയിതാവ് രാജേഷ് ബാബു. ഓട്ടോമൊബൈൽ സാഹിത്യരംഗത്തുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് രാജേഷ് ബാബു TV പുലരി TVയുടെ ശംഖുമുദ്ര പുരസ്കാരത്തിന് അർഹനായത്. തിരുവനന്തപുരം YMCA ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരിയും സാഹിത്യ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, സെൻട്രൽ ഫിലിം സെൻസർ ബോർഡ്, ദൂരദർശൻ കമ്മിറ്റി, ചലച്ചിത്ര ജൂറി എന്നിവയിൽ മെമ്പറായി പ്രവർത്തിച്ച ഗിരിജ സേതുനാഥിൽ നിന്നും അവാർഡ് സ്വീകരിച്ചു. പരിപാടിയിൽ പ്രശസ്ത സീരിയൽ സിനിമാ താരം വഞ്ചിയൂർ പ്രവീൺ കുമാർ, സംവിധായകൻ CV പ്രേംകുമാർ, മുൻ സെൻസർ ബോർഡ് അംഗവും ഫെഫ്ക PRO യൂണിയൻ പ്രസിഡന്റുമായ അജയ് തുണ്ടത്തിൽ, സിനിമാ സംവിധായകൻ ജോളി മസ്, ചലച്ചിത്ര സീരിയൽ താരം ദീപ സുരേന്ദ്രൻ, പുലരി TVയുടെ CEO ജിസ്ട്രസ് യോഹനാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ട്രിവാൻഡ്രം. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജയന്തി ആഘോഷത്തിന്റെ ജില്ലാതല സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കവിയും തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷനുമായ കല്ലറ അജയൻ ഉദ്ഘാടനം ചെയ്തു. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാതല സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ഹോസ്ദുർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം കവിയും തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷനുമായ കല്ലറ അജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഡിയൻസ് എടുക്കുന്നു. വിദ്യാർത്ഥികളെ അച്ചടക്കമാണ് പെട്ടിട്ട് പറയാറുന്നുള്ളൂ. നിങ്ങൾ യാത്രാ സൗകര്യത്തിനുണ്ട് വണ്ടി ഞാനെടുത്തു. അച്ഛൻ നിവേദനം കൊടുക്കലല്ല, ഈ പരിപാടി കൂടിയിട്ട് അതെന്താണ് അവരെ അന്വേഷിച്ച് വണ്ടിയാടെ നിർത്തിയെന്നാ പറയും. അതേപോലെ തന്നെ കാസർഗോഡ് കർണാടകത്തിൽ ചേർക്കണമെന്നൊരു അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോൾ അച്ഛനൊരു ഫോട്ടോകളെടുത്തു. കർണാടകക്കാർ പിടിച്ചു വലിക്കുന്ന കാസർഗോഡിന്റെ ഏതേനിയുമൊന്നില്ല, നിന്നു നോക്കിയിടുവാനേറ്റം പണി കണ്ണായിരമുള്ള പിന്ന പറഞ്ഞവൻ മേളത്തിൽ പലരത്തൊരുമിച്ചു, കേളപ്പാട്ടിന് കമ്പിയടിച്ചു, ആലിൻമൂടുകൾ വന്നു നിറഞ്ഞു, സിന്ദാബാദും വന്നു തുടങ്ങി. ജില്ലാ പ്രസിഡന്റ് K. ബാലചന്ദ്രൻ പെരിയ അധ്യക്ഷത വഹിച്ചു. രസിക ശിരോമണി കോമൻ നായരുടെ പേരിൽ കാഞ്ഞങ്ങാട് ആസ്ഥാനമായി സാംസ്കാരിക വകുപ്പ് സ്മാരകം പണിയണമെന്ന് തപസ്യ കലാസാഹിത്യവേദി കാസർഗോഡ് ജില്ലാ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രസിക ശിരോമണി കോമൻ നായരുടെ 50ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മകൻ ശശി നമ്പ്യാർ പരപ്പ അനുസ്മരണ പ്രഭാഷണം നടത്തി. TP അഭിജിത്ത് നാന്ദിഗീതം ആലപിച്ചു. സംസ്ഥാന സമിതി അംഗം MV ശൈലേന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചു. സുവർണ ജയന്തി ജില്ലാ സംഘാടക സമിതി പ്രഖ്യാപനം സംസ്ഥാന സമിതി അംഗം K. പവിത്രൻ അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി T. ദിനേശൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സുവർണ ജൂബിലിയുടെ ഭാഗമായി ജില്ലയിലെ മൺമറഞ്ഞുപോയ കലാസാഹിത്യ നായകന്മാരുടെ ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ടും തുളുനാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ അറിയാനും വേണ്ടി തുളുനാടൻ ഗ്രാമങ്ങളിലൂടെ ഒരു സാംസ്കാരിക യാത്ര നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. TP ശ്രീനിവാസൻ മാസ്റ്ററെ ചെയർമാനായും P. ഉണ്ണികൃഷ്ണൻ നീലേശ്വരം, K. ബാലചന്ദ്രൻ പെരിയ, ശ്രീനാഥ് കല്ലകട്ട എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും, സദാനന്ദൻ മാസ്റ്റർ തൃക്കരിപ്പൂരിനെ ജനറൽ കൺവീനറായും, അശോകൻ പുല്ലൂർ, ഡോക്ടർ രൂപ സരസ്വതി, K. കുഞ്ഞികൃഷ്ണ പിഷാരടി മാസ്റ്റർ, AM മുരളീധരൻ പെരിയ എന്നിവരെ കൺവീനർമാരായും T. ദിനേശൻ കാഞ്ഞങ്ങാടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ പുതുതായുള്ള വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനവും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിനെ ഉത്ഭുതരാക്കുന്നതിൽ വായനശാലയുടെ പങ്ക് ചെറുതല്ല. പുതിയ കാലത്ത് നമ്മളൊക്കെ തന്നെ വായനയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കാലത്ത് വായന നമുക്ക് അന്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ തലമുറയടക്കം അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. കാരണം നമ്മൾ മൊബൈലിലും മറ്റും കുറേയൊക്കെ തന്നെ മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം
നമുക്ക് ഏത് കാര്യവും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ മൊബൈലിൽ ഗൂഗിൾ അടിച്ച് നോക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ നമുക്ക് മറവി കൂടി വരികയാണ്. പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അറിവും പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഓർമ്മശക്തിയും മറ്റെവിടെയും നമുക്ക് കിട്ടില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ തലമുറ മനസ്സിലാക്കിയിട്ടുണ്ട്. ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരനും ഗ്രന്ഥലോകം എഡിറ്ററുമായ PVK പനയാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പരിപാടിയിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K. രാജ്മോഹനൻ, പ്രൊഫസർ C. ബാലൻ മാസ്റ്റർ, K. കൃഷ്ണൻ മാസ്റ്റർ, VV തുളസി, ദാമോദരൻ ആലിങ്കാൽ, P. സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. KV ജയൻ മാസ്റ്റർ സ്വാഗതവും വിജിന രാഘവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ് പ്രവർത്തകരുടെയും വനിതാവേദി പ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. കാഞ്ഞങ്ങാട് സ്പെക്ടാക്കുലർ അവതരിപ്പിച്ച കലാവിരുന്ന് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകൂലം കലശോത്സവം മെയ് 23, 24 തീയതികളിലായി നടക്കും. അടോട്ട് കളരിയിൽ ഓലകുത്തൽ ചടങ്ങ് നടന്നു. മടിയൻകൂലം കലശോത്സവം അടോട്ട് കളരിയിൽ ഓലകുത്തൽ ചടങ്ങ് നടന്നു. തെക്ക് തൃക്കരിപ്പൂർ ഒളവരപ്പുഴ മുതൽ വടക്ക് ചിത്താരിപ്പുഴ വരെ അള്ളടമുക്കാദം നാട്ടിനധിപൻ ക്ഷേത്രപാലകനീശ്വരൻ വാഴുന്ന മടിയൻകൂലം കലശോത്സവത്തിന്റെ ഭാഗമായി അടോട്ട് മൂത്തേടത്തുകുതിര പഴിയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന അടോട്ട് കളരിയിൽ ഓലകുത്തൽ ചടങ്ങ് നടന്നു. കളരിയിൽ ദീപം വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ആചാരസ്ഥാനികർ, കുമണാർ കളരി അവകാശി, കോയ്മ, കൂട്ടായിക്കാർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജയേഷ് കൂട്ടായിക്കാരൻ തെങ്ങിൽ കയറി ഓലകൊത്തിയിട്ടു. നിലത്ത് വീണ ഓലയുടെ ദിശയും കിടപ്പും അടിസ്ഥാനമാക്കി ജന്മഗണേശൻ വിനോദ് കപ്പണക്കാൽ ലക്ഷണം പറഞ്ഞ് വിശദമാക്കി. പിന്നീട് ഓലയ്ക്ക് ചുറ്റും വലം വെച്ച് ആചാരക്കാർ അരിയും കുറിയും ചാർത്തി ഓല പ്രത്യേക രീതിയിൽ കെട്ടിയെടുത്ത് കളരിയിൽ വെച്ചു. കലശത്തിന് ഓല കുത്തിയാൽ പിന്നീട് കലശം കഴിയുന്നതുവരെ കൂലോം പരിധിയിൽ വരുന്ന പ്രദേശത്ത് മരമോ ഓലയോ മുറിക്കാൻ പാടില്ല എന്നതാണ് നാട്ടുവഴക്കം. മീനൻ രാശിയിലാണ് വരുന്നത്. മീനൻ രാശിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ ഇവിടെ ശുക്രോദയം, ശനീന്ദ്ര ഉദയം, 2-ൽ ബുധൻ, 3-ൽ ആദിത്യൻ, 4-ൽ വ്യാഴം, 5-ൽ ചൊവ്വ, 6-ാമത്തെ രാശിയിൽ കേതു മാന്തി, 11-ൽ ചന്ദ്രൻ, 12-ാമത്തെ രാശിയിൽ രാഹു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി വരുന്നത്. ശുക്രോദയമുണ്ട്, വ്യാഴം അനുകൂല സ്ഥിതിയുണ്ട്, 4-ൽ വ്യാഴം അനുകൂലം പറഞ്ഞിട്ടുണ്ട്. കൊത്തിയെടുത്ത ഓല കലശ ദിവസം 2ആയി പകുത്ത് മെടഞ്ഞ് കൂലോത്തേക്ക് കലശവുമായി പോകുമ്പോൾ മുമ്പേ നടന്ന മാർഗതടസ്സങ്ങൾ നീക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കൂലോത്തെ കലശത്തറയ്ക്ക് മുകളിൽ ഈ ഓലയിട്ടാണ് കലശപ്പന്തൽ ഒരുക്കുന്നത്. മെയ് 23, 24 തീയതികളിലായാണ് മടിയൻ കൂലോത്തെ കലശോത്സവം നടക്കുന്നത്. അകത്തെ കലശം 23-ാം തീയതിയും പുറത്തെ കലശം 24-ാം തീയതിയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ കാലത്ത് ഭീഷണി ഉയർത്തുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ആലൂർ കൾച്ചർ ക്ലബ് ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. പുതിയ കാലത്തിൻ്റെ ഭീഷണിയായി മാറിയ ലഹരി എന്ന വിപത്തിനെതിരെ ആലൂർ കൾച്ചറൽ ക്ലബ്ബ് ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. മുളിയാർ പഞ്ചായത്ത് അംഗം രമേശ് മുതലപ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അഭിരുചിയനുസരിച്ച് ഏത് മേഖലയിലേക്ക് പോകണമെന്ന് കൃത്യമായ ദിശ നൽകി നിസാർ പെറവാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി. 10ാം ക്ലാസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗം അനുമോദിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് മീത്തൽ, അഫ്രീദ് മൈക്കുഴി, ആലൂർ ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ മീത്തൽ, MGLC അധ്യാപിക നൗന ടീച്ചർ, ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഉസ്മാൻ, പുനർജനി ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുല്ല അപ്പോളോ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ആലൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് AT അപ്പു നന്ദിയും പറഞ്ഞു. പുതിയ കാലത്ത് ലഹരി എന്ന ചതിക്കുഴിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അകപ്പെടുന്നത് ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോട് യോഗം ആവശ്യപ്പെട്ടു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ നാട്ടുകാരെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ക്ലബിനോടൊപ്പം അണിനിരത്തുകയെന്നതാണ് ആലൂർ കൾച്ചറൽ ക്ലബിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാലഗോകുലം ഉദുമ താലൂക്ക് വാർഷിക സമ്മേളനം കുണ്ടംകുഴിയിൽ നടന്നു. ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ലതാ പ്രകാശ് റാവു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ഉദുമ താലൂക്ക് വാർഷിക സമ്മേളനം കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയത്തിൽ നടന്നു. ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ലതാ പ്രകാശ് റാവു വെള്ളൂരെടുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു.
സനാതന സാംസ്കാരിക മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുക വഴി ഉത്തമ പൗരന്മാരായി മാറുവാൻ സാധിക്കുമെന്നും ബാലഗോകുലം പ്രവർത്തനങ്ങൾ അതിന് സഹായിക്കുമെന്നും ലതാ പ്രകാശ് റാവു ബെള്ളൂരടുക്ക പറഞ്ഞു. റിട്ടയർഡ് ചിത്രകലാ അധ്യാപകൻ രാഘവൻ മാസ്റ്റർ ചൊട്ട അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ജില്ലാ റവന്യൂ ജില്ലാ അധികാരികൾ പങ്കെടുത്തു. രാമചന്ദ്രൻ കരിവേടകം സ്വാഗതവും താലൂക്ക് കാര്യദർശി രാമാനന്ദ കുണ്ടംകുഴി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി അധ്യക്ഷനായി നാരായണൻ വടക്കിനിയ, ഉപാധ്യക്ഷനായി ജയചന്ദ്രൻ കുണ്ടമ്പാറ, കാര്യദർശിയായി രാമചന്ദ്രൻ PM കുറ്റിക്കോൽ, സഹകാര്യദർശിയായി രതീഷ് PV ചാളക്കാൽ, രാമാനന്ദ കുണ്ടംകുഴി, ഖജാൻജിയായി ഗോപിനാഥൻ കുതിരക്കോട് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം പ്രതി ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മാതാപിതാക്കളുടെ പരാതിയിൽ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ബാറുടമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. മിനിമം വേതന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം. സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. കളിക്കുന്നതിനിടയിൽ സൈക്കിളിൽ കാലുകുടുങ്ങി 6 വയസ്സുകാരന് രക്ഷകരായി കാസർഗോഡ് ഫയർഫോഴ്സ്. കാൽമുട്ട് വലിച്ചൂരാൻ നാട്ടുകാർ ദീർഘനേരം ശ്രമം നടത്തിയെങ്കിലും സാധിക്കാത്തതിനാൽ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയാണ്. ദേശീയപാതയിൽ ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം. കണ്ടിൻജൻസി പ്ലാൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ. ഹത്തനെ ഉദയ സിനിമയുടെ സംവിധായകനും അഭിനേതാക്കൾക്കും പിന്നണി പ്രവർത്തകർക്കും തൃക്കരിപ്പൂർ IT EK നായന സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ ഭാരത സർക്കാരും ഭാരതീയ സേനയും സജ്ജവും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദിനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.